ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SDPI, PDP, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന LDF, UDF മുന്നണികളെ തള്ളിപ്പറയാൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തയ്യാറാകണമെന്ന് അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. കോഴിക്കോട് നഗരവികസനവും പ്രതീക്ഷകളും പങ്കുവച്ച സ്ഥാനാർത്ഥികളുമായി കാലിക്കറ്റ് ചേംബർ സംഘടിപ്പിച്ച മുഖാമുഖം ശ്രദ്ധേയമായി. ജില്ലാ ക്രിയേറ്റീവ് ഫെസ്റ്റിൽ ഉണ്ണികുളം GUP സ്കൂൾ ജേതാക്കളായി. GMUPS മാവൂരിന് 2ാം സ്ഥാനവും GMUPS ചേന്ദമംഗലൂരിന് 3ാം സ്ഥാനവും. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. SDPI, PDP, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന LDF, UDF മുന്നണികളെ തള്ളിപ്പറയാൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തയ്യാറാകണമെന്ന് അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തിനെതിരായിട്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവർ അന്ന് നടത്തിയ സമ്മേളനം, ഭീകരവാദത്തിൻ്റെ പേരിൽ 3 സംഘടനകളെ, മുസ്ലിം സംഘടനകളെ ഞങ്ങൾ വിളിക്കില്ല, അവരുമായി സഹകരിക്കില്ല, ഒരു തരത്തിൽ പറഞ്ഞ ഒരു അൺടച്ചബിലിറ്റി പ്രഖ്യാപിച്ചിരുന്നു. 3 സംഘടനകളെ മാറ്റി നിർത്താൻ തീരുമാനിച്ചതിൽ NDF, ജമാഅത്തെ ഇസ്ലാമി, PDP വ്യക്തമായി പറഞ്ഞത് ഭീകരവാദമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒന്നിനെ ഇപ്പോഴേ LDF, UDF ഈ 2 കൂട്ടരെയും കിട്ടാൻ മത്സരിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ പോക്ക്? നെഹ്റുജി 52 പറഞ്ഞതുപോലെ ദ പൊളിറ്റീഷ്യൻ ഹാസ് ടു എഡ്യൂക്കേറ്റ് ദ മാസ്. ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് കേരള മുഖ്യമന്ത്രിയായാലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവായാലും. ഈ തരത്തിൽ സമീപനം സ്വീകരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നിലപാടിലില്ലാതെ തെറ്റുപറ്റിപ്പോയി, ഞങ്ങളിത് മാറ്റം വരുത്തിയിരിക്കുന്നു, നിലപാട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കൽ അൺടച്ചബിൾസായി തീവ്രവാദത്തിൻ്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ട 3 സംഘടനകളുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് മതേതരത്വം പ്രസംഗിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ തലമുറയോട് ചെയ്യുന്ന തെറ്റാണിത്? ഏതാനും വോട്ടിനോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന സമീപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുമ്പോൾ ഇത് ആപത്കരമാണ്. അതുകൊണ്ട് ഈ ഒരു അപകടകരമായ സ്ഥിതിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ പരസ്യമായിട്ട് ഈ പറഞ്ഞ 3 സംഘടനകളെയും, അതിലെ 3ാമത്തെ സംഘടന ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ഭാഗമായി അവരെ പിന്താങ്ങുന്ന ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. NDFന്റെ രൂപാന്തരമായ SDPI ആക്ഷനിലൂടെ അവരെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. മണ്ഡലം ചുമതലയുള്ള പൊതുനിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് റാൻഡമൈസേഷൻ നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ് ആപ്ലിക്കേഷനായ EVM മാനേജ്മെന്റ് സിസ്റ്റം 2.0 മുഖേനയാണ് റാൻഡമൈസേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയത്. 1ാം ഘട്ട റാൻഡമൈസേഷൻ മാർച്ച് 19 നടന്നിരുന്നു. ഓരോ മണ്ഡലത്തിലേക്കും ആവശ്യമായ ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളുടെ 15%, VVPAT മെഷീനിന്റെ 24% അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാലറ്റ് യൂണിറ്റുകൾ, കൺട്രോൾ യൂണിറ്റുകൾ, VVPAT എന്നിവ ഓരോ പോളിംഗ് ബൂത്തിലേക്കും ഏതെന്ന് EVM മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ വഴി അനുവദിക്കുന്ന പ്രക്രിയയാണ് റാൻഡമൈസേഷൻ. ഓരോ പോളിംഗ് ബൂത്തിലേക്കും അനുവദിക്കുന്ന വോട്ട് യന്ത്രങ്ങളുടെ സീരിയൽ നമ്പറുകൾ മുഖേന സ്ഥാനാർത്ഥികൾക്ക് EVM കമ്മീഷനിംഗ് സമയത്തും വോട്ടെണ്ണൽ സമയത്തും സമാന യന്ത്രം തന്നെയാണ് വോട്ടെടുപ്പിന് ഉപയോഗിച്ചതെന്ന് ഉറപ്പാക്കാനാകും. റാൻഡമൈസേഷൻ പ്രക്രിയകൾ മണ്ഡലം ചുമതലയുള്ള പൊതുനിരീക്ഷകരായ
ഡോക്ടർ ജിതേന്ദ്ര ഗുപ്ത, വിക്രം സിംഗ് മാലിക്, മുഹമ്മദ് ഐജാസ്, അപ്നീത് റിയത്ത്, കെ നിഖില എന്നിവർ നിരീക്ഷിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ വി സുപിൻ, സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ, വരണാധികാരികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. റാൻഡമൈസേഷൻ നടത്തിപ്പിന്റെ പ്രിന്റ് ഔട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗര വികസനവും പ്രതീക്ഷകളും പങ്കുവച്ച് സ്ഥാനാർത്ഥികളുമായി കാലിക്കറ്റ് ചേംബർ സംഘടിപ്പിച്ച മുഖാമുഖം ശ്രദ്ധേയമായി. കോഴിക്കോട് നോർത്ത്, സൗത്ത് മണ്ഡലം UDF, LDF, NDA സ്ഥാനാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ, NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്, UDF സ്ഥാനാർത്ഥി K ജയന്ത്, കോഴിക്കോട് സൗത്ത് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ, NDA സ്ഥാനാർത്ഥി T റനീഷ് എന്നിവരാണ് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത്. നഗരവികസനവുമായി ബന്ധപ്പെട്ട് ചേംബർ മുന്നോട്ട് വെച്ച 8 നിർദ്ദേശങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികളും അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു. നഗരത്തിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, വേസ്റ്റ് മാനേജ്മെന്റ്, കനോലി കനാൽ നവീകരണം, ബീച്ച് ടൂറിസം, റെയിൽവേ സ്റ്റേഷൻ നവീകരണം വേഗത്തിലാക്കൽ എന്നിവയിലായിരുന്നു ചർച്ച ചൂടുപിടിച്ചത്. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ റോഡ് വികസനവും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനങ്ങളും അനിവാര്യമാണെന്ന് സ്ഥാനാർത്ഥികൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. ആധുനിക വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു. നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ഏകോപിതമായ പ്രവർത്തനവും ദീർഘകാല ദർശനവും അനിവാര്യമാണെന്ന് വിലയിരുത്തിയാണ് മുഖാമുഖം അവസാനിച്ചത്. ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, ട്രഷറർ അർഷാദ് ആദിരാജ, PM ഷാനവാസ്, M മുസമ്മിൽ, ഹൈബ് തോമസ്, സുബൈർ കൊളക്കാടൻ, റഫി P ദേവസി, സുന്ദർ രജുലു, TPM ഹാഷിർ അലി എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ. ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി. മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDFനൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജില്ലാ ക്രിയേറ്റീവ് ഫെസ്റ്റിൽ ഉണ്ണികുളം UP സ്കൂൾ ജേതാക്കളായി. GMUPS മാവൂർ 2ാം സ്ഥാനവും GMUPS ചേന്ദമംഗല്ലൂർ 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് പ്രൊഫസർ K പാപ്പുട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ SSK ആരംഭിച്ച ക്രിയേറ്റീവ് കോർണറുകളുടെ ജില്ലാതല ഫെസ്റ്റിവലിൽ ബാലുശ്ശേരി BRCക്ക് കീഴിലുള്ള
ഉണ്ണികുളം GUP സ്കൂൾ ജേതാക്കളായി. GMUPS മാവൂർ 2ാം സ്ഥാനവും GMUPS ചേന്നമംഗലൂർ 3ാം സ്ഥാനവും നേടി. UP ക്ലാസുകളിലെ ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലെ പഠനാശയങ്ങൾക്ക് പ്രായോഗികാനുഭവം ലഭ്യമാക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ സജ്ജീകരിച്ച സംവിധാനമാണ് ക്രിയേറ്റീവ് കോർണറുകൾ. സംസ്ഥാനത്താകെ 600 UP സ്കൂളുകളിലാണ് ക്രിയേറ്റീവ് കോർണറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പഠനത്തോടൊപ്പം കുട്ടികളിലെ നൈപുണ്യ വികസനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ക്രിയേറ്റീവ് കോർണറുകൾ പ്രവർത്തിക്കുന്നത്. ഇലക്ട്രോണിക്സ്, പ്ലംബിംഗ്, വയറിംഗ്, കുക്കിംഗ്, ബേക്കിംഗ്, ഫാഷൻ ഡിസൈനിംഗ്, നൂതന കൃഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആധുനിക ഉപകരണങ്ങൾ ഒരുക്കിയ ക്രിയേറ്റീവ് കോർണറുകളിൽ കുട്ടികൾക്ക് പ്രായോഗികമായ പഠനാനുഭവങ്ങളാണ് ലഭിക്കുന്നത്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. സമഗ്ര ശിക്ഷ കോഴിക്കോട് ഈ വർഷം ജില്ലയിൽ ആരംഭിച്ച 23 ക്രിയേറ്റീവ് കോർണറുകളിൽ നിന്നുള്ള 300ഓളം കുട്ടികളാണ് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടന്ന ജില്ലാതല ക്രിയേറ്റീവ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ പഠനോൽപ്പന്നങ്ങളുടെയും നൈപുണ്യങ്ങളുടെയും പ്രദർശനവും നടന്നു. വിജയികൾക്ക് പ്രൊഫസർ K. പാപ്പൂട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കുസാറ്റിലെ സയൻസ് ആൻഡ് സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ P. ഷൈജു, SSK സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B. ഷാജി, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൽ നാസർ, DPOമാരായ സജീഷ് നാരായണൻ, VT ഷീബ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ അജയൻ PN സ്വാഗതവും വിദ്യാകിരണം കോർഡിനേറ്റർ പ്രവീൺ കുമാർ V നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംഘടന T. ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മാതൃഭൂമി ചെയർമാൻ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയുടെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭയായിരുന്നു T. ദാമോദരൻ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മലയാള സിനിമയിലെ വമ്പൻ ഹിറ്റുകളുടെ തിരക്കഥാകൃത്തും നടൻ, നാടകരചയിതാവ്, കളിയെഴുത്തുകാരൻ എന്നീ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭയുമാണ് T. ദാമോദരൻ എന്ന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ പറഞ്ഞു. മലയാള ചലച്ചിത്ര കാണികൾ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച T. ദാമോദരൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാഹിത്യകാരൻ PR നാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നമുക്കൊരു സൂക്കട് വന്നാൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ല ഡോക്ടറെ കൊണ്ടാണോ ചികിത്സിപ്പിക്കുക, സൗജന്യമായിട്ട് കിട്ടുന്ന ഡോക്ടറാണ് ചികിത്സിക്കുക. കിട്ടാവുന്നതിൽ വെച്ച് നല്ല ഒരു കേസ് വന്നാൽ ഏറ്റവും പെട്ടെന്ന് വലിയ കാശൊന്നും കൊടുക്കാതെ കിട്ടുന്ന വക്കീലിനെയാണ് നോക്കുക. കിട്ടാവുന്നതിൽ വെച്ച് നല്ല വക്കീലിനല്ലേ നോക്കുക. അങ്ങനെ വരുമ്പോൾ സംവിധായകരുടെ ഏറ്റവും പുതിയ സബ്ജക്റ്റുകൾ തെരഞ്ഞെടുപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നടനും അഭിഭാഷകനുമായ MK അയ്യപ്പനെ ആദരിച്ചു. പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷത വഹിച്ചു. C. ചാക്കുണ്ണി, TP വാസു, KP ലത്തീഫ്, പ്രേംചന്ദ്, സുനിൽ കാരന്തൂർ, നവാസ് പൂനൂർ, അജിത മാധവ്, C. രമേശ്, LC സുകുമാരൻ, ജോഷി പോൾ, V. ജയൻ ബാലകൃഷ്ണൻ, ജോസി V. ചുങ്കത്ത്, AP ബാലകൃഷ്ണൻ, പത്മനാഭൻ വേങ്ങേരി, VP സനീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ബുക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സപ്ലയേഴ്സ് ഏർപ്പെടുത്തിയ 3ാമത് പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള സാഹിത്യ പുരസ്കാരങ്ങൾ കോഴിക്കോട്ട് സമ്മാനിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ബുക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സപ്ലയേഴ്സ് ഏർപ്പെടുത്തിയ 3ാമത് പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള സാഹിത്യ പുരസ്കാരങ്ങളാണ് കോഴിക്കോട് വിതരണം ചെയ്തത്. നോവലിനുള്ള പുരസ്കാരം ഡോക്ടർ CK ഷാജിബും, കവിതയ്ക്കുള്ള പുരസ്കാരം NS മേരി കൊട്ടുപള്ളിലും, സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൈപ്പട്ടൂർ തങ്കച്ചനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാറിൽ നിന്നും ഏറ്റുവാങ്ങി. മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വലിയൊരു അറിവിന്റെ നിറകുടമായിരുന്നിരിക്കണം അദ്ദേഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 25,000-ഓളം പുസ്തകം അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ 25,000 പുസ്തകം വയ്ക്കാൻ എത്ര അളമാര വേണമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്, എത്ര സ്ഥലം വേണമെന്നും. കാരണം അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഞാൻ ജീവിക്കൊണ്ട് എനിക്കതിന്റെ ബുദ്ധിമുട്ടറിയാം. ഈ അളമാര പുസ്തകവും സ്ഥലവും കണ്ടുപിടിക്കണമെങ്കിൽ
വെറുതെ ഒരാൾ പുസ്തകം വാങ്ങില്ലല്ലോ. അപ്പോ അദ്ദേഹം MEd എഡ്യൂക്കേഷനിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ളതുകൊണ്ടും ജോലി സാധ്യതയും അതൊക്കെ അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ദർശനം സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ കൈരളി വേദി ഹാളിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരൻ VR സുധീഷ് അധ്യക്ഷനായി. ശില്പം രൂപകൽപ്പന ചെയ്ത ആർട്ടിസ്റ്റ് ഗുരുകുലം ബാബുവിനെ ചടങ്ങിൽ ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം TK പ്രേമലത, A ഗോകുലേന്ദ്രൻ, TK സുനിൽകുമാർ, സതീശൻ കൊല്ലറയ്ക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പുരസ്കാര ജേതാക്കൾ മറുമൊഴി നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വെസ്റ്റ് ഹിൽ BG റോഡ് വടക്കൻചിറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം മാർച്ച് 21 മുതൽ 29 വരെ ആഘോഷിച്ചു. കലാ സാംസ്കാരിക പരിപാടികളും താന്ത്രിക അനുഷ്ഠാന ചടങ്ങുകളും ഉത്സവത്തിന്റെ ഭാഗമായി. മാർച്ച് 21-ന് കൊടിയേറ്റത്തോടെ പരിപാടികൾ ആരംഭിച്ചു. കൊടിയേറ്റത്തിന് ശേഷം കടുങ്ങോഞ്ചിറ വാദ്യസംഘത്തിന്റെ വാദ്യമേളം, 22-ന് സ്പാർക്ക് ഷൂട്ടേഴ്സിന്റെ നാട്യകലാ സന്ധ്യ, 23-ന് സ്വരസംഗമം സംഗീത കൂട്ടായ്മയുടെ ഭക്തിഗാനസുധ, 24-ന് വെസ്റ്റ് ഹിൽ സത്യസായി സേവാ സമിതിയുടെ ഭജന, 25-ന് ഇരിങ്ങാലക്കുട ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാരുടെ ചാക്യാർ കൂത്ത് എന്നിവ നടന്നു. എൻ്റെ തപസ്സിന്റെ ഇടയിൽ ചില സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പൊക്കി എടുത്ത് ഇവിടെ കൊണ്ടിരിക്കുന്ന ഇവിടെ ഇരുന്നിട്ട് ആവാച്ചിട്ടാവൂലേ തപസ്. ആ ഭാഗത്ത് വേണ്ടാച്ചിട്ടാ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഈ ഭാഗത്തേക്ക് ഇരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എവിടെ ഇരുന്നാലും ഒരേപോലെ തന്നെ ആ കാട്ടിൽ നിന്ന് ഈ കാട്ടിലേക്ക് മാറി. അർജുനൻ കുറച്ചു കാലമായിട്ട് ഈ കാട്ടിൽ തപസ് കഴിഞ്ഞ് അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും. ഇങ്ങനെ ഇപ്പൊ തപസ്സിന്റെ ആ ഒരു ശക്തി ഒന്ന് കൂട്ടണം എന്ന് വിചാരിച്ച് എങ്ങനെ ചെയ്തു? പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ടാ. എന്താ അത്? 4 പാടും അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് അതിന്റെ നടുക്ക് 5ാമത്തെ അഗ്നിയോ സൂര്യഭഗവാൻ സൂര്യനെ നോക്കി നിന്നുകൊണ്ടുള്ള ഒറ്റക്കാലില്. 26-ന് ഇല്ലിക്കെട്ട് നമ്പൂതിരിയുടെ പ്രഭാഷണം നടന്നു. ആ ഈശ്വരനാമം ചൊല്ലിക്കൊണ്ട് കിടക്കുമ്പോൾ നേരം വെളുക്കുന്നത് വരെ മനസ്സ് ഈശ്വരനാമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. വഴക്കടിച്ചുകൊണ്ട്, ഭാര്യയും ഭർത്താവും വഴക്കടിച്ചുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ മനസ്സ് ആ വഴക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന മക്കളെ വഴക്കു പറഞ്ഞാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ മനസ്സ് അത് പറഞ്ഞുകൊണ്ടിരിക്കും. 27-ന് ടീം ആനന്ദ ഭൈരവിയുടെ ഫ്യൂഷൻ തിരുവാതിര എന്നിവ നടന്നു. 28-ന് തന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ടിലത്തെ രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ പൂർത്തീകരിച്ചു. വരക്കൽ ശ്രീ ദുർഗാ ദേവി ക്ഷേത്രത്തിൽ നിന്നും കലശം വരവ്, വെള്ളാട്ടുകളും ആഘോഷപരവും താലപ്പൊലിയും വിവിധ തിറയാട്ടങ്ങളും ഉത്സവത്തിന്റെ ആചാരവിധി പ്രകാരം നടന്നു. ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് ഏപ്രിൽ 4-ന് ഉത്സവത്തിന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലനും എൻട്രൻസ് കോച്ചിംഗ് വിദഗ്ധരായ മുഹമ്മദ് ജാബിർ, ലിനീഷ് കൊടിയാട്ട, അഷിമ ജോഷി എന്നിവരും ചേർന്ന് നീറ്റ് JEE കോച്ചിങ്ങിനായി ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം അക്കാദമി ആരംഭിക്കുന്നു. പദ്ധതിയിൽ ഗോകുലം ഗോപാലന്റെ നിക്ഷേപം 250 കോടി രൂപയാണ്. കുട്ടികൾക്ക് ക്ലാസ് റൂം, ഓൺലൈൻ പാഠങ്ങൾ ലഭ്യമാക്കുന്ന ഹൈബ്രിഡ് വിദ്യാഭ്യാസ പദ്ധതിയാണ് ഫ്യൂച്ചർ ലക്ഷ്യം വെക്കുന്നത്. സ്കോളർഷിപ്പുകളും ഭാഗമായുണ്ട്. കോഴിക്കോട്, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലായി 5 ഹൈബ്രിഡ് ക്യാമ്പസുകൾ, കേരളത്തിലും തമിഴ്നാട്ടിലുമായി +1, +2വിനൊപ്പം എൻട്രൻസ് കോച്ചിംഗ് ലഭ്യമാക്കുന്ന സ്കൂളുകൾ, 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ പ്രോഗ്രാം,
ചെറിയ ക്ലാസ്സുകാർക്ക് മുതൽ നീറ്റ്, JEE റിപ്പീറ്റേഴ്സിന് ഉൾപ്പെടെ ഓൺലൈൻ കോച്ചിംഗ് തുടങ്ങിയ പദ്ധതികളാണ് ഫ്യൂച്ചർ നടപ്പിലാക്കുന്നത്. മാക്സിമം പെർസെന്റേജ് കുട്ടികളെ നമ്മൾ റിസൾട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് തീർച്ചയായും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ, പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങളിലുള്ള അധ്യാപകരും മറ്റ് ജീവനക്കാരും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. പലപ്പോഴും നമുക്കത് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച ആളെന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയത്, അവർ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അവർക്കും അവർ സ്ട്രെസ് ഫ്രീ ആയി വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ഒരുപാട് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർ വളരെ പ്രൊഡക്റ്റീവ് ആവാൻ അവർക്ക് കഴിയും. ആ രൂപത്തിലുള്ള ഒരു ക്യാമ്പസ് സൃഷ്ടിക്കുക ഒബിയസ്ലി കുട്ടികൾക്ക് തന്നെയാണ് മുൻതൂക്കം. അത് മാത്രമല്ല അവിടെയുള്ള മറ്റാളുകളും കൃത്യമായി പിന്തുണ നൽകുന്ന രീതിയിൽ അവരുടെ മൈൻഡിനെയും സ്ട്രെസ് ഫ്രീ ആയി നിലനിർത്തുക എന്നതും നമ്മുടെ ഇതിലൊരു കൃത്യമായ മോട്ടോ തന്നെയാണ്. പ്രവേശനത്തിനായി 9995200700 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. എൻട്രൻസ് കോച്ചിംഗ് രംഗത്തെ പരിചയസമ്പന്നനായ ഗീത പ്രസാദാണ് ഫ്യൂച്ചറിന്റെ അക്കാഡമിക് ഡയറക്ടർ. നീറ്റ്, JEE ഓൺലൈൻ കോച്ചിംഗ് വിഭാഗങ്ങൾക്കായി വിവിധ അക്കാഡമിക് ഹെഡുമാരുൾപ്പെടെ അധ്യാപകരുടെ നിര തന്നെ ഫ്യൂച്ചറിന്റെ ഭാഗമായുണ്ട്. റിജു ശങ്കർ ഫ്യൂച്ചർ നീറ്റ് അക്കാഡമിക് ഹെഡും ഫമീൽ മുഹമ്മദ് ഓൺലൈൻ വിഭാഗങ്ങളുടെ അക്കാഡമിക് ഹെഡുമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SDPI, PDP, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന LDF, UDF മുന്നണികളെ തള്ളിപ്പറയാൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തയ്യാറാകണമെന്ന് അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. കോഴിക്കോട് നഗരവികസനവും പ്രതീക്ഷകളും പങ്കുവച്ച സ്ഥാനാർത്ഥികളുമായി കാലിക്കറ്റ് ചേംബർ സംഘടിപ്പിച്ച മുഖാമുഖം ശ്രദ്ധേയമായി. ജില്ലാ ക്രിയേറ്റീവ് ഫെസ്റ്റിൽ ഉണ്ണികുളം GUP സ്കൂൾ ജേതാക്കളായി. GMUPS മാവൂരിന് 2ാം സ്ഥാനവും GMUPS ചേന്ദമംഗലൂരിന് 3ാം സ്ഥാനവും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.